ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം എല്ലാവരും ഈ ഇലക്ഷനിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അഖിൽമാരാളൊന്നും കുറേ സിനിമ താരങ്ങളൊക്കെ ഇലക്ഷനിലേക്ക് വരുന്നു. അടുത്തൊരു ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിന് ഇപ്പോഴൊന്നുമില്ല. ഇല്ല. എനിക്ക് അല്ലെങ്കിലും അതിന് താല്പര്യമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യം, രാഷ്ട്രീയം താല്പര്യമുണ്ട്. എനിക്കൊരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള ഇതിലൊക്കെ നിൽക്കാനേ താല്പര്യമുണ്ട്. ഏതെങ്കിലും പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്ട്രാറ്റജി ഒക്കെ നോക്കി അത് വർക്കൗട്ടായിട്ട്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വ്യത്യസ്തനായി പ്രചാരണം നടത്തിയത് ചാണ്ടി ഉമ്മൻ സാറായിരുന്നു. കാരണം ഫ്ലക്സ് ഉണ്ടായില്ല. പക്ക ഗിമിക്കാണ്. അതെന്തുകൊണ്ടാണ്? വെൽ പ്ലാൻഡ് ആണ്. അങ്ങേര് നോക്കിയോ സ്പോർട്സ് മിനിസ്റ്റർ ജേഴ്സി ഇട്ടാ നടന്നത്. രാഹുൽ ഗാന്ധി സൈക്കിളിലാ പോയെ. രാഹുൽ ഗാന്ധി സ്റ്റൈലല്ല. രാഹുൽ ഗാന്ധി സ്റ്റൈല് വേറെ. ജേഴ്സി ഇട്ട് നടക്കുന്നു, സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സൈക്കിളിൽ നടക്കുന്നു, IPL വരുന്നു പറയും. സ്റ്റേഡിയം ഇത്രയും എവിഡൻ്റ് ആയിട്ട് ഒരാൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അയാളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പോകുമ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഹീ ഈസ് എ ബ്രില്യൻ പൊളിറ്റീഷ്യൻ. ഹ്യൂമൻ ബീയിങ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഈസ് എ ബ്രില്യൻ പൊളിറ്റീഷ്യൻ. പിന്നെ ഞാൻ പേഴ്സണലി അനുഭവിച്ചൊരു സംഗതി, ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് PR വർക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കപ്പ് കൊടുത്ത് കുന്നിക്കുമെന്ന് ഞാൻ അലമ്പുണ്ടാക്കിയതുകൊണ്ടാണ് അത് 3 മാച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പ് തന്നിട്ട് അവർ കപ്പടിച്ച് പറഞ്ഞ് പോയിട്ടുണ്ടാവും. അവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടതാണ്. നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പൊട്ടൻ മണ്ടൻ അല്ലെങ്കിൽ ഒരു സാധു ഇമേജ് അല്ല. ഈ ബ്ലഡി വിൽ നോ ഹൗ ടു പ്ലേ ദ ഗെയിം. എങ്ങനെ പൊളിറ്റിക്സ് കളിക്കുക എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഉമ്മൻചാണ്ടി അല്ല ചാണ്ടിയുള്ളൂ. അത്ര കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത് അത്രേ ഉള്ളൂ. ഓക്കെ.